ഇതാണ്ടോ നല്ല സ്പഞ്ച് പോലെയുണ്ട്. 2 kg വാനില കേക്കിന് 7 മുട്ടയാണ് എടുക്കുന്നത്. 1 kg വാനില കേക്കിന് നമ്മൾ 4 മുട്ട, 2 kgക്ക് 8 മുട്ട എടുക്കാം. വലിയ മുട്ടകളായത് കൊണ്ട് ഞാൻ 7 മുട്ടയാണ് എടുക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ വാനില എസൻസ്. കോഴിമുട്ട ഒന്ന് പതഞ്ഞു വരുന്ന വരെ ബീറ്റ് ചെയ്യുക കേട്ടോ. 2 kg വാനില കേക്കിന് 1.5 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. പൊടിക്കാത്ത പഞ്ചസാര എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒന്നിച്ചിട്ട് കൊടുക്കില്ലേ. അതുപോലെ റിബൺ മോഡൽ ആയിട്ട് ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1 kg വാനില കേക്കിന് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൊടുക്കുക. ഇത് 2 kg ആയതുകൊണ്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ, സെക്കൻഡുകൾ മാത്രം, ഒരു 50 സെക്കൻഡൊക്കെ ബീറ്റ് ചെയ്താൽ മതി. കൂടുതൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റർ താഴ്ന്നു പോകും. ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സ്പാച്ചില വെച്ചിട്ടാണ് നമുക്ക് ഈ മിക്സ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓവൺ ഓൺ ചെയ്ത് 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ആവുന്നത് വരെ നമുക്ക് ഇത് സ്പാച്ചില വെച്ച് ഇനി നമ്മുടെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. 2 kg വാനില കേക്കിന് 2 കപ്പ് മൈദയും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിയ മിക്സ് ആണ്. ഇത് നമുക്ക് കുറച്ചായിട്ട് വെതറി കൊടുക്കാം കേട്ടോ ബാറ്ററി. എന്നിട്ട് നമുക്ക് സ്പാച്ചില വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. അതിൽ കുറച്ചായിട്ട് 2 കട്ടായിട്ട് നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. പിന്നെയും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനിയും പൊടി വിതറി കൊടുക്കുക. 3 തവണയായിട്ട് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 1.5 kg സ്ക്വയർ കേക്ക് ടിന്നും അതുപോലെ 1 kg സർക്കിൾ കേക്ക് ടിന്നും ആണ് ഉപയോഗിക്കുന്നത്. ഇതിൽ കുറച്ച് ഓയിൽ പുരട്ടി അതിലേക്ക് കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേക്ക് ഇതിൽ ഒട്ടി പിടിക്കില്ല, പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. ബട്ടർ പേപ്പർ യൂസ് ചെയ്യേണ്ടവർ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം. ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്താ തിക്കായിട്ട്, അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ലാത്ത രീതിയിൽ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം ബാറ്ററി ഉണ്ട് ഇതിൽ. 1 kg ടെന്നിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടാപ്പ് ചെയ്ത് കൊടുക്കുക കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്താ ഒരു ഫോർക്ക് എടുത്ത് ഞാനിത് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഇതിലും ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ബാക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതിൽ കണ്ടോ 150 ഡിഗ്രി സെൽഷ്യസിലാണ് ഇരിക്കുന്നത്. അത് നമ്മൾക്ക് ടൈമർ സെറ്റ് ചെയ്ത് കൊടുക്കാം. 30 മിനിറ്റ് ബേക്ക് ചെയ്യേണ്ട ടൈം ബേക്ക് ആയിട്ടുണ്ട്. നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്പഞ്ചി കേക്ക് ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. 1.5 kg കേക്കിലാണ് ഇത് ബേക്ക് ചെയ്തത്. ഇതാണ്ടോ നല്ല സ്പഞ്ച് പോലെയുണ്ട്. മറ്റേ കേക്ക് ഞാൻ ഓർഡർ വന്നപ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുത്തു. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.